ഫ്രണ്ട്സ്, യാമി വ്ലോഗിന്റെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുട്ടി വ്ലോഗാണ്. അപ്പോൾ നമ്മളിൽ പലരും നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും ഒരു പ്രാവശ്യമെങ്കിലും അട്ടപ്പാടി ചുരം കയറണം എന്നല്ലേ. സാധാരണ ഡെയിലി പോകുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളിപ്പോൾ സിറ്റിയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അത് മാത്രമല്ല, പ്രകൃതിയെ സ്നേഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ തണുപ്പും ആ മരങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആ കാഴ്ച വളരെ രസകരമായിരിക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ അട്ടപ്പാടി ചുരത്തിലൂടെ ഒരു യാത്ര ചെയ്യുകയാണ്. സ്കൂട്ടിയിലാണ് യാത്ര ചെയ്യുന്നത്. ഒപ്പം നമ്മുടെ യാമിക്കുട്ടിയുണ്ട്. യാമിക്കുട്ടിക്ക് ഒരു സർപ്രൈസ് ഉണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ യാമിയുടെ മുടി മൊട്ടയടിച്ചു. ഞങ്ങൾ ജസ്റ്റ് അതൊരു വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചാണ്. പക്ഷെ അറിയാലോ, ഭയങ്കര തുടക്കത്തിലൊന്നും കറിയില്ല, പക്ഷെ അവസാനം അപ്പോഴത്തേക്കും ആള് കറിഞ്ഞു കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ അടിച്ചിട്ടുണ്ട് ആളുടെ. അപ്പോൾ ഇനി നമുക്ക് ചുരത്തിൽ വെച്ചിട്ട് കാണാം. ചുരത്തിൽ ആനയുണ്ട്, പുലിയുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ തണുപ്പ് കാലമാണ്, ഒത്തിരി കോടയുണ്ടാവും. നല്ല രസമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇപ്പം എന്തായാലും നമുക്ക് പോയി നോക്കാം എങ്ങനെയായിരിക്കും അവിടുത്തെ അവസ്ഥ എന്നുള്ളതൊക്കെ. ഭാഗ്യമുണ്ടെങ്കിൽ ആനേനെയും പുലിനെയും കാണാം. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടക്കം തന്നെ ചെക്ക് പോസ്റ്റാണ് ഉള്ളത്. അവിടെ ചെക്കിങ് ഉണ്ടാവും. എല്ലാ ദിവസവും ഉണ്ടാവില്ല, ചില സമയങ്ങളിലായിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചുരം നമ്മളിപ്പോൾ മണ്ണാർക്കാട് വന്നു കഴിഞ്ഞാൽ നെല്ലിപ്പുഴ എന്ന് പറയുന്ന സ്റ്റോപ്പിൽ നിന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ടാണ് ആ ഒരു സ്ട്രെയിറ്റ് റോഡ് നിങ്ങൾ വന്നാൽ മതിയാവും. അത് കഴിഞ്ഞിട്ടാണ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചുരം തന്നെ ഒരു ബസ്സിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂറോളം യാത്രയുണ്ടാവും. വളഞ്ഞ് തിരിഞ്ഞിട്ടുള്ള വഴികളാണ്. റോഡ് വലിയ കുഴപ്പമില്ലാത്ത റോഡാണ്. നമുക്ക് എന്തായാലും പോയി നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത് മാത്രമല്ല, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു വലിയൊരു പാറ കാണാം. ഇപ്പോൾ ക്ലിയറായി കാണില്ല, കുറച്ചും കൂടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായി പറ്റും. അപ്പോൾ എല്ലാ കാഴ്ചകളും കാണിച്ചു തരാം. വീഡിയോ ഫുള്ളായിട്ട് കാണാം. മഞ്ഞൊന്നും ഇല്ലാന്നാ തോന്നണേ, നല്ല വെയിലാണ്. നമ്മൾ ഇത്തിരി വൈകി പോയിന്ന് തോന്നുന്നു. അപ്പോൾ രാവിലെ നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നല്ല മഞ്ഞും കാഴ്ചകളൊക്കെ ഉണ്ടാവുക. ഇവിടെ നമുക്ക് കശുമാങ്ങ ജ്യൂസൊക്കെ കിട്ടും. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ഇല്ലാത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല കശുമാങ്ങ ജ്യൂസൊക്കെ കുടിക്കാൻ പറ്റും. നമ്മളെ ഈ ഗ്രാമപഞ്ചായത്ത് ആ സെക്ഷനിലേക്ക് കടക്കും. ാണ് ശരിക്കും ചുരം. നമ്മുടെ ഇവിടെ നിന്ന് ഏറ്റവും അടുത്തായിട്ടുള്ള സ്ഥലമാണ് സൈലന്റ് വാലി. ഇവിടെ നിന്ന് 32.5 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ മണ്ണാർക്കാട്, അതായത് കോഴിക്കോട് നിന്നൊക്കെ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ മണ്ണാർക്കാട് വഴി ഇവിടേക്ക് സൈലന്റ് വാലിക്ക് വരികയാണ് നല്ലത്. അല്ലെങ്കിൽ ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് കോയമ്പത്തൂർ ആനകട്ടി വഴി വരാൻ പറ്റും. അത് നല്ല വഴിയാണ്, കുഴപ്പമില്ലാത്ത വഴിയാണ്. പിന്നെ ആനകട്ടിയിൽ നിന്ന് നമ്മുടെ ഇവിടം വരെ മുക്കാലി എന്ന് പറഞ്ഞൊരു സ്ഥലം വരെയുണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുമ്പോഴാണ് നമുക്ക് സൈലന്റ് വാലിക്ക് പോവുക. അപ്പോൾ ആ വഴി ഇത്തിരി മോശമാണ്, എന്നാലും കുഴപ്പമില്ല, സുഖമായിട്ട് വരാൻ പറ്റും. അധികം കുണ്ടും കുഴിയൊന്നുമില്ല ഇവിടെ. പിന്നെ ഈ താഴത്തെ ഭാഗത്തൊക്കെ കശുമാവും തോട്ടമാണ്. അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു. ആൾക്കാർ കൊണ്ടുപോകണം. പിന്നെ ഇവിടെ ഉറവുകളിൽ നിന്നൊക്കെ വെള്ളം മനാണ് നോക്കിയിരിക്കുന്നത്. ഇവിടെ ഒന്നും വണ്ടി നിർത്താൻ പറ്റില്ല, കാരണം ഇത് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ടേ ആൾക്കാർ കുറേ പേര് വന്നിട്ട് വെള്ളമടിക്കുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ കാടിൻ്റെ അവിടെയൊക്കെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില വലിയ വണ്ടികളൊക്കെ ആണെങ്കിൽ ബ്ലോക്ക് ഉണ്ടാവാനും, പിന്നെ അതേപോലെയാണ് വല്ല
വന്യമൃഗങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും വേറൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇവർ മെയിനായിട്ട് നിർത്തണ്ടെന്ന് പറയുന്നത്. ഇവിടെ രാവിലെ ഒരു 8 മണിയായി. ഞങ്ങൾ ഇത്തിരി നേരത്തെ വരാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പം നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ യാമയും കൂടി ഉള്ള കാരണം പറ്റിയില്ല. എന്നാലും ചെറുതായിട്ട് മഞ്ഞൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടല്ലേ ഒരു ഉറവിൽ നിന്ന് തന്നെ വെള്ളമാണത്. ചില ഭാഗങ്ങളിൽ മാത്രം വഴി ഭയങ്കര മോശമാണ്. ഈ ബൈക്കിന് വന്നവർക്കൊക്കെ ആയിരിക്കും മെയിനായിട്ട് പ്രോബ്ലം. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ടാവും. അതായത് നമ്മളിപ്പോൾ റോട്ടിൽ കൂടെ ഇതേപോലെ ഫോറസ്റ്റ് ഏരിയ കൂടെ വരാണെങ്കിൽ നമ്മൾ വരിക, അതൊക്കെ വരാൻ നോക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല വന്യജീവികളും ഇതൊക്കെ ഉള്ള കാരണം അത് ക്രോസ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആക്സിഡൻ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ ഇപ്പോൾ സൈഡുകളിൽ പാറ കല്ലുകൾ ഇതേപോലെ നെറ്റ് വെച്ച് ഒക്കെ നല്ലൊരു പരിപാടിയാണ്. കാരണം കുറേയൊക്കെ മണ്ണൊലിപ്പിച്ചൊക്കെ തടയാൻ പറ്റും. ഇതാ പാറ പറഞ്ഞിരുന്നില്ലേ, അത് ഈ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ നന്നായി കാണാൻ പറ്റും. രസമായിട്ട് നിറച്ച് വെള്ളമാണെന്നൊക്കെയാണ് പറയണത്. പറയണതൊക്കെ കഴിഞ്ഞ വർഷം ഇവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇവിടെ മണ്ണിടിഞ്ഞു. അങ്ങനെ ഇവിടെ അധികം വീതിയൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം ഈ മിഡിൽ പോർഷൻ വരെ വീതി ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം ഈ സൈഡിൽ ഇപ്പോൾ ഗവൺമെൻറ് ഇവിടെയൊക്കെ കെട്ടിയിട്ടുണ്ട്. അത് കാരണം ഇപ്പോൾ സുഖമാണ്. പിന്നെ ഇനി ഈ വർഷമൊന്നും മണ്ണിടിച്ചിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ മഴയൊക്കെ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി പ്രശ്നമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പാറ കാണാൻ പറ്റും. ഒന്നും കൂടി അപ്പുറത്ത് ചെന്നാൽ നല്ലൊരു വ്യൂ കിട്ടും ആ വലിയ പാറേൻ്റെ. നമുക്ക് അവിടെ ആ ചുരത്തിൽ വരുമ്പോൾ ഒരു വലിയ വെള്ളച്ചാട്ടമുണ്ട്. നല്ല മഴക്കാലമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ഒരു പോസ്റ്റ് വീണിറങ്ങും. അപ്പോൾ അട്ടപ്പാടിയിലൊക്കെ മഴ പെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ 4-5 ദിവസമൊന്നും കറണ്ടൊന്നും ഉണ്ടാവില്ല. അതേപോലെ ഓരോ പോസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് അവർ കയറ് കെട്ടിയിട്ട് കമ്പി കെട്ടിയിട്ട് അപ്പുറത്തേക്ക് അവർ പോയിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് അതൊക്കെ ശരിയാക്കിയത്. ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴക്കാലമൊക്കെ ആയി കണ്ടിട്ടുണ്ടെങ്കിൽ കാണാൻ. പിന്നെ ഇവിടെ കുറേ ആൾക്കാരൊക്കെ വന്ന് പോകും കേട്ടോ. അതേപോലെ ഇഷ്ടത്തിന് ഇപ്പം ഞാൻ സൺഡേ ആയതുകൊണ്ട് ഇഷ്ടത്തിന് ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ ചെറിയ ചെറിയ ഉറവുകളൊക്കെ കാണാം. പിന്നെ മണ്ണിടിഞ്ഞപ്പോൾ ഇവിടെ നന്നായി ഇടിഞ്ഞു. ഇവിടെ കാണാൻ സാധിക്കും എന്താ ഇവിടെയൊക്കെ മണ്ണ് ഈ ഭാഗം ഫുള്ളായിട്ട് ഇടിഞ്ഞങ്ങോട്ട് പോന്നു. ഇവിടെ പെട്ടെന്ന് ഉറപ്പില്ലാത്തൊരു പശുപശുപ്പായിട്ടുള്ളൊരു മണ്ണാണ്, ചെറിയ പശുപശുപ്പായിട്ട്. അത് ഫുള്ളായിട്ട് വെള്ളം ഈർപ്പിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഫുള്ളായിട്ട് അങ്ങോട്ട് ഇടിഞ്ഞ് വരികയാണ് ഉണ്ടായത്. ഇത്തവണ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ലോക്ക്ഡൗണും പിന്നെ അതിന് ശേഷം അതുകൊണ്ടാണ് എന്താണെന്ന് അറിഞ്ഞൂടാ മഴ ഉണ്ടായില്ല. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് നന്നായിട്ട്. അവിടെ കുറേ ആൾക്കാരൊക്കെ വരാറുണ്ട് അത്യാവശ്യം. ഇവിടെ കുറേ ആൾക്കാരും ഇതൊക്കെ വന്നതാണ്. ചായക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ആൾക്കാർ നിറച്ച് ഇറങ്ങും. കാരണം അട്ടപ്പാടിയിൽ ഓരോ സ്ഥലങ്ങളും ആൾക്കാരൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് അട്ടപ്പാടിയിൽ ഓരോ സ്ഥലങ്ങൾ കാണാനും ഇതിനൊക്കെ.
ഇനി അടുത്ത ദിവസം ഓരോ ദിവസങ്ങളിലും ഞങ്ങൾ അട്ടപ്പാടിയിലത്തെ ഓരോ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അട്ടപ്പാടി അടുത്ത്, അതായത് ഇപ്പോൾ പാലക്കാടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു ദിവസം വന്ന് സ്ഥലങ്ങളൊക്കെ കണ്ടുപോവുക. ജനുവരിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല മഞ്ഞുണ്ടാവും. ഡിസംബർ, ജനുവരി, ഇപ്പോൾ തുടങ്ങി, നവംബർ മുതലേ തുടങ്ങിയിട്ടുണ്ട് മഞ്ഞ് കാര്യങ്ങളൊക്കെ. ചില ഭാഗങ്ങളിൽ അധികം വീതിയില്ല. പിന്നെ ആദ്യമായിട്ട് വരുന്നവരൊക്കെ ഡ്രൈവർ തിരിച്ചു വരിക. ചുരം കയറിയിട്ട് കഴിയണ ഭാഗങ്ങളുണ്ട്. ചുരം കഴിയാറാകുമ്പോൾ നല്ല രസമാണ് ആ ഭാഗങ്ങൾ. കാരണം ഭയങ്കര തിക്ക് ഫോറസ്റ്റാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തെന്ന് പറഞ്ഞാൽ താഴേക്ക് കുഴിയായിട്ട് എന്താ പറയുക, ഒരു ഭാഗം ഫ്രീ ആയിട്ട് എടുക്കുകയാണ്. പിന്നെ അവിടേക്ക് കയറുമ്പോൾ രണ്ട് വശത്ത് നല്ല കാടായിരിക്കും. കണ്ടില്ലേ, ഇപ്പം നമ്മൾ ഈ ചുരം കഴിയാറായി. രണ്ട് വശത്ത് ഇപ്പോൾ ഫോറസ്റ്റായി, ഫോറസ്റ്റിൻ്റെ ഇതായി, മരങ്ങളും കാര്യങ്ങളൊക്കെ ആയി. മരങ്ങളുടെ വേദികളൊക്കെ കണ്ടില്ലേ, നല്ല രസമാണ് ഈ സൈഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ. എന്നതും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് ഈ ഭാഗങ്ങൾ. പിന്നെ ഇവിടെ കണ്ടില്ല ഒരു പാമ്പ് പോലത്തെ വള്ളി ഇതൊക്കെ ചുറ്റിയിരിക്കുന്നതും. ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കും, ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് ഇട്ടേക്കാണ് ആൾക്കാർ. ഈ പുറത്തുനിന്ന് തന്നെ ആൾക്കാർ ദയവ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വന്തം വീട്ടിലാണെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടുപോയി ഇടില്ലല്ല, വേസ്റ്റും കാര്യങ്ങളും. പക്ഷെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് വന്ന എല്ലാവരുടെയും സ്വഭാവമാണ് പ്ലാസ്റ്റിക്കൊക്കെ കണ്ണി കണ്ടോടത്ത് ഇട്ടിട്ട് പോവുക. ഇതാണ്ടില്ല ഇവിടെയൊക്കെ കാണാൻ സാധിക്കും. പേപ്പറൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താ ഇവിടെ കാര്യങ്ങൾ കൊണ്ടുപോകുമെന്നറിയില്ല. ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിലും കുറേ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് അവിടെ ഇവിടെയൊക്കെ ഡംപ് ചെയ്തിട്ടാണ്. ഇതാ ഇവിടെയൊക്കെ ആൾക്കാർ കിട്ടി വേണ്ടി സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ആൾക്കാർക്ക് അത്യാവശ്യം വരുന്ന ആൾക്കാർ പരമാവധി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ കൊണ്ടുവരിക. അതേപോലെ ഇവിടെ നശിപ്പിക്കാതിരിക്കുക. മിക്ക സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ അട്ടപ്പാടിയിലും ആൾക്കാർ വരവ് കൂടുന്തോറും ഇവിടുത്തെ എന്താ പറയുക, പ്രകൃതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വന്നുകൊണ്ടിരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആവശ്യമില്ലാത്ത ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുക, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് കുറേ. ഈ ഭാഗത്ത് കണ്ടില്ലേ ഫുൾ മരങ്ങളാണ് നേരെ. നല്ല രസമുണ്ടോ. കാടുകളിൽ കൂടെ വരുമ്പോൾ ഏറ്റവും ഭംഗിയുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെയൊക്കെ വരുമ്പോൾ ഇതേപോലെ ഈ സൂര്യൻ്റെ കിരണങ്ങൾ ഇങ്ങനെ മരത്തിൻ്റെ ഇടയിൽ കൂടെ വരില്ലേ, അത് നല്ല രസമാണ് കാണാൻ. അതായത് ഇവിടെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ അടുത്ത ചെക്ക് പോസ്റ്റ് എത്താറായി. യാമി നല്ല ഇറക്കമാണ്, തണുപ്പ് കിട്ടിയ പോയി. പിന്നെ രാവിലെ തന്നെ വരികയല്ലേ, കൊച്ചിനും എന്താ പറയുക ഉറക്കം ഇതൊക്കെ കളഞ്ഞിട്ടാണ് വന്നത്. ആളെ 7 മണിക്ക് എണീക്കാറ്. ഇന്ന് ഒരു 6:30 ആയപ്പോൾ എണീറ്റ്. കുട്ടികൾക്കാണെങ്കിൽ ഉറക്കം മര്യാദയ്ക്ക് ശരിയായില്ലെങ്കിലേ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. പുള്ളിക്കാർ നല്ല ഉറക്കമാണ് ഇപ്പോൾ.
ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് പുറത്തു നിന്നൊക്കെ ഇഷ്ടത്തിന് ആൾക്കാർ വരും. ഈ കൊറോണയ്ക്ക് ആയതുകൊണ്ട് എന്താ പറയുക, ഇത് ആദ്യം ഒരു സേഫായിട്ടുള്ള പ്ലേസ് ആയിരുന്നു അട്ടപ്പാടി. അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ട്. ഇപ്പോൾ കേസുകൾ കൂടി വരികയാണ്. കാരണം ആൾക്കാർ ഈ പുറത്തുനിന്ന് വന്ന ആൾക്കാരും ഇതൊക്കെ, പിന്നെ പലരും മാസ്കും കാര്യങ്ങളൊന്നും ഇടുന്നില്ല ഇവിടെ വരുമ്പോൾ. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇത് അവിടേക്ക് നോക്കിയാണെങ്കിൽ മല്ലീശ്വരം കൂടി മല കാണാൻ സാധിക്കും. അവിടേക്ക് നോക്കിയാൽ ഇതിൽ കൃത്യമായിട്ട് കാണില്ല സാധാ ക്യാമറ ആയതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ചുരയാത്ര ഇത്രയാണുള്ളത്. ഞങ്ങളിപ്പോൾ അഗളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഗളിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങൾക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് നമ്മുടെ ഈ ചുരത്തിൻ്റെ കാര്യം ഓർമ്മ വന്ന്. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട്. കാരണം വളരെ മനോഹരമായ സ്ഥലങ്ങളാണ്. നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. കടത്തി വിടുന്നതിലൊന്നും നമ്മുടെ അടുത്ത് ചോദിക്കും, എങ്ങോട്ടാണ് വിസിറ്റിങ്ങിനാണോ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കും. അത് കൃത്യമായി പറഞ്ഞാൽ തന്നെ മതിയാവും. കടത്തിവിടും ഒക്കെ ചെയ്യും. അതേപോലെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന് അട്ടപ്പാടിയത്തെ കാഴ്ചകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ സ്റ്റേ ചെയ്യാനുള്ള റിസോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. നല്ല റിസോർട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് അട്ടപ്പാടിനെ കുറിച്ച് കൂടുതൽ വീഡിയോസും അതുപോലെ കുട്ടി കുട്ടി വ്ളോഗ്സൊക്കെ ആയിട്ട് നമ്മുടെ യാമി വ്ളോഗർ വരുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അട്ടപ്പാടിയത്തെ നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിട്ടുള്ള വ്ളോഗ്സ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ചുരം കാണാൻ ആഗ്രഹിക്കുന്നവർ ഇനി മടിച്ച് നിൽക്കണ്ട, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാം, കാണാം, ആസ്വദിക്കാം. അപ്പോൾ അടുത്തൊരു ദിവസം വേറൊരു നല്ലൊരു എൻ്റർടൈനിങ് വീഡിയോ അല്ലെങ്കിൽ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്